ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഡീസൽ ഓട്ടോമാറ്റിക് കാർ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV അത് നിങ്ങൾ കാണുന്ന സോണറ്റിന്റെ ഈ ഒരു ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ് ശരിക്കും സോണറ്റിന്റെ ഒരു ലുക്കുള്ള ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീസലില് ഓട്ടോമാറ്റിക്കും മാനുവലും ഈ ഒരു വേരിയന്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് സോണറ്റിന്റെ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം ഈ ഒരു വാഹനം വാങ്ങിയിട്ട് നിങ്ങൾ ഒരു റൂഫ് റെയിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിഡ് വേരിയന്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇതിന്റെ കളറും. കാരണം ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വേരിയന്റിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. കാരണം സോണറ്റിന്റെ ആ സിഗ്നേച്ചർ DR നമുക്ക് ഈ വേരിയന്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഡ്യുവൽ സ്ലോട്ട് ആയിട്ട് ഹെഡ്ലൈറ്റ് കാണാം. ഹാലജൻ ആണ്, ഹൈ ബീമും ലോ ബീമും. താഴെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. പക്ഷേ ഫോഗ് ലൈറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിലും വൃത്തികേടില്ലാത്ത രീതിയിൽ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് സിൽവർ ഫിനിഷ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടില് പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് എല്ലാ വേരിയന്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ ഈ ഒരു ഗ്രില്ലിന്റെ പോർഷൻ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. HTK+ ഓപ്ഷണൽ വേരിയന്റ് തൊട്ടാണ് അതൊരു ഗ്ലോസി ഫിനിഷിലേക്ക് മാറുന്നത്. ഈ ഒരു പോർഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് സിൽവർ ഫിനിഷിൽ കോമൺ ആയിട്ട് എല്ലാ വേരിയന്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിപ്പോൾ ആ ഒരു ഗ്രില്ല് ഗ്ലോസി ബ്ലാക്കിലേക്ക് ആക്കുക, ഒരു റൂഫ് റെയിൽസും ആഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു HTK+ലൊക്കെ കാണുന്ന സെയിം വീലുകളാണ് നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റിലും വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 215 60R16 ടയർ സൈസും ഈ ഹൈപ്പർ സ്റ്റൈൽ അതായത് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളും ലഭിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിന്റെ 1.2 ആണെങ്കിലും ഡീസൽ മാനുവൽ ആണെങ്കിലും നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് ലഭിക്കുക. വശങ്ങളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് മിറേഴ്സും ഡോർ ഹാൻഡിൽസും എല്ലാം ബോഡി കളറിൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അതായത് ഈ ഒരു വേരിയന്റ് തൊട്ടേ സൺ റൂഫും അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിൽ നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസ് വേരിയന്റ് ആണെന്ന് ഫീൽ ചെയ്യും. കാരണം കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല. നമുക്ക് തൊട്ട് മുകളിലുള്ള STK ഓപ്ഷണൽ വേരിയന്റോട് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. വാഷർ, വൈപ്പർ, ഡീഫോക്കർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ബാക്കിൽ നല്ലൊരു സ്പോയിലർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്കിലേക്ക് മാറും. അപ്പോൾ പിന്നെ ആ ഒരു ബാക്കിലെ വൈപ്പറിന്റെ കാര്യമൊന്നും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ബാക്കിൽ ടൈലൈറ്റ് ഇല്ലെങ്കിലും ആ ഒരു പോർഷൻ അങ്ങനെയാണ് നിലനിർത്തി അതൊരു റിഫ്ലക്ടർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്, അതും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ആണ്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ കണ്ടപ്പോൾ തന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. വശങ്ങളിലായിട്ട് റിഫ്ലക്ടേഴ്സും വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ബേസ് വേരിയന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റ് സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. 385 ലിറ്ററാണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. സ്പെയർ വീല് വരുന്നുണ്ട്. അത് ബേസ് വേരിയന്റ് തൊട്ട് എല്ലാ വേരിയന്റുകളിലും സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതൊന്നും നമുക്ക് ബൂട്ടിൽ വരുന്നില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. അകത്തൊക്കെയായിട്ട് നമുക്ക് ഒരു ചെറിയ സിൽവർ ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് മാത്രമേ ഉള്ളൂ. സ്പീക്കർ കാര്യങ്ങളൊന്നും തന്നെ ഈ ബേസ് വേരിയന്റിൽ വരുന്നില്ല. കാരണം മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. വശങ്ങളിലുള്ള ലെതർ ഫിനിഷും സെൻറ്ററിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കീ വരുന്നത്. കീയുടെ കാര്യത്തിലും കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു ബേസിക് കീ തന്നെയാണ് വരുന്നത്. സെൻട്രൽ ലോക്കിംഗ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു.
ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റും. ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. HT ഓപ്ഷണൽ വേരിയൻ്റ് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. സാധാരണ കിയ വാഹനങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ കാണാറില്ല. എപ്പോഴും കിയ എന്ന് പറയുമ്പോൾ ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനമാണ്. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വാഹനത്തിൻ്റെ ഒരു USB അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നിങ്ങൾ കാണുന്ന ആ ഒരു ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നമുക്ക് സെമി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. എല്ലാ വേരിയൻറ്റുകളും സിമിലർ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. TPMS നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. RPM മീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് അനലോഗായിട്ടാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട മറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഓടാൻ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഹെഡ്ലൈറ്റ്, ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞോണം പ്രത്യേകിച്ച് ഒന്നുമില്ല, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്ക് AC കൺട്രോൾസ് കാണാം. അത് മാനുവൽ AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത വേരിയൻ്റ് തൊട്ട് HTK ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് നമുക്ക് ഓട്ടോ AC കാര്യങ്ങൾ വരുന്നുണ്ട്. AC 1/2 എല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. നടുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു Type C ചാർജിംഗ് പോർട്ട് കാണാം. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ ഒരു ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റോറും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഫ്രണ്ട് സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ റിവേഴ്സൽ, സൺവൈസസ് വിത്ത് ഒന്നുമില്ല. മിറർ കാര്യങ്ങളൊന്നും വരുന്നില്ല. സൺഗ്ലാസ് ഹോൾഡർ ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കൊരു സിംഗിൾ ഡീൻ സൺ റൂഫും ഈ ഒരു വേരിയൻറ്റിൽ കാണാനായിട്ട് പറ്റും. ഡ്രൈവർ സൈഡിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സൺവൈസസ് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ എടുത്ത് പറയാനില്ല. ഒരു നോർമൽ ഗ്ലോ ബോക്സും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ അടുത്ത വേരിയൻ്റായ HTK ഓപ്ഷനിലേക്ക് പോകണം. അതല്ല നിങ്ങൾക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് മതിയെങ്കിൽ ഈ വേരിയൻറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ബാക്കിലേക്ക് സൺ ബ്ലൈൻഡ്സ് കീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എന്താണെങ്കിലും വേണ്ടൊരു സംഭവം തന്നെയാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. 2 Type C ചാർജിംഗ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ ആംറസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. തൈ സപ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ചുകൂടി തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പാസൽ ട്രേ വരുന്നില്ല. ഷോറൂമിൽ നിന്ന് ആക്സസ് റൈഡ് ചെയ്യാം. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. 2 വശത്തും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. പിന്നെ TPMS നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ബേസ് വേരിയൻറ്റ് നമുക്ക് 1.2 പെട്രോൾ എഞ്ചിനിലും നമ്മളുടെ 1.5 ടർബോ ഡീസൽ എഞ്ചിനിലും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 1.2 പെട്രോൾ എഞ്ചിൻ 83 HP പവറും 115 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. മൈലേജ് നോക്കുകയാണെങ്കിൽ ARI സർട്ടിഫൈ ചെയ്യുന്നത് 18.4 റിയൽ ലൈഫിൽ ഒരു 13-നും 15-നും ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സോണറ്റ് വേണം, അതും ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് തൊട്ടേ വേണമെങ്കിൽ ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. 1.5 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടർബോ ഡീസലാണ്. ടയർ ആൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ നമ്മളുടെ സെൽറ്റോസിലും കാരൻസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 116 PS പവറും 250 Nm ടോർക്കുമാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് വരെ നമ്മളുടെ സോണറ്റിലുള്ള സെൽറ്റോസിലുള്ള സെയിം അങ്ങനെ തന്നെ വരികയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ കൺവീനിയൻസ് നോക്കണം. അത് നിങ്ങൾക്കൊരു ഡീസലിൻ്റെ മൈലേജ് വേണം, എന്നാൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 11.5 ലക്ഷം രൂപയൊക്കെയാണ് ബഡ്ജറ്റെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് HTE, അതായത് ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പെട്രോൾ മാനുവൽ 9,20,000 രൂപയും, നാം പറഞ്ഞു ടർബോ വരുന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് ഡീസൽ
മാനുവലാണ് 10,66,000 രൂപ. നിങ്ങൾ കാണുന്ന ഡീസൽ ഓട്ടോമാറ്റിക് 11,59,900 രൂപ. അതായത് ഓൺലൈൻ പരസ്യങ്ങളിലൊക്കെ 9,89,900 എന്ന് പറയുന്ന ആ വാഹനമാണ് നിങ്ങൾ ഈ കാണുന്ന 11,59,900 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് വേണം, ഒരു എന്താ പറയുക, ഒരു കിയയുടെ ഒരു വാഹനം വേണം. അതായത് കിയയുടെ ഫീച്ചേഴ്സൊക്കെ തരുന്ന ഒരു വാഹനം വേണം, ആ ഒരു വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത് 13,80,000 രൂപയാണ്. അതായത് ഈ വാഹനത്തെക്കാളും ഏകദേശം 1.5 ലക്ഷം രൂപയും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിലേക്ക് പോകാം. മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണത്. നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനവും അല്ലെങ്കിൽ സോണറ്റിലെ ഒരു വേരിയൻറ്റും അത് തന്നെയാണെന്ന് ഞാൻ പറയൂ. സോണറ്റിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ശരിക്കും അത് തന്നെയാണ്. HTK ഓപ്ഷണൽ 1.2 മാനുവൽ ആണെങ്കിൽ 10,38,000 രൂപ. അതിൻ്റെ 7 സ്പീഡ് DCT പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് അത് തന്നെയാണ് 11,69,000 രൂപ. ഡീസൽ മാനുവൽ ആണെങ്കിൽ 11,81,000, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,80,000 രൂപയും. നിങ്ങളൊരു സോണറ്റ് നോക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന വേറൊരു വേരിയൻ്റ് HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സോണറ്റിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം എന്നൊന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻറ്റുകൾ അപ്ഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി, ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ റീസെൻ്റ്ലി ചാനലിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു വണ്ടിയുടെ കൂടെ അതിൻ്റെ EMI ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തണമെന്ന്. ഇപ്പോൾ ഈ സോണറ്റിലേക്ക് വന്ന സോണറ്റിന് മൊത്തം 40,000 രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ് ഈ മാസത്തിൽ. അതായത് 10,000 രൂപയുടെ ഒരു ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട്, 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 10,000 രൂപ കോർപ്പറേറ്റ് ഓഫറും. അതിനകത്ത് 10,000 രൂപയുടെ ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് ആയിരിക്കും നോർമലി എല്ലാവർക്കും കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റ് ഓഫറുകളെല്ലാം നിങ്ങൾക്കും എലിജിബിൾ ആകും. അപ്പോൾ ഈ വാഹനത്തിന് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ഏകദേശം 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. ഈ പറഞ്ഞ EMI കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ ഇൻഫോ ഞാൻ ഇൻജിയോൻ കിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോണറ്റ് എന്നല്ല, കിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.